വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 6ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിൽ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും മലയാളത്തിലും ആൻസർ പറയുന്നുണ്ട്. പിന്നെ ആൻസർ കീ ആയതുകൊണ്ട് തന്നെ വിശദീകരിച്ചൊന്നും പറയുന്നില്ല, ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 1 എന്താണ്? സോന മെയ്ഡ് എ ലാർജ് സ്ക്വയർ ബ്ലോക്ക് യൂസിങ് എ ഫ്യൂ സ്മോൾ സ്ക്വയർ ബ്ലോക്സ് ആർ ഓഫ് സെയിം സൈസ്. സോന എന്ത് ചെയ്തിരിക്കുന്നു? ഒരേ വലിപ്പമുള്ള ഏതാനും ചെറിയ സമചതുരക്കട്ടകൾ ഉപയോഗിച്ചൊരു വലിയ സമചതുരക്കട്ട ഉണ്ടാക്കി. ഇനി എ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ലെങ്ത് ഓഫ് ദി വൺ സൈഡ് ഓഫ് ദി സ്മോൾ സ്ക്വയർ ബ്ലോക്ക് ഈസ് 1 cm, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജ് സ്ക്വയർ ബ്ലോക്ക് സോന മെയ്ഡ്? ചെറിയ സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം 1 cm ആയാൽ സോന ഉണ്ടാക്കിയ വലിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയായിരിക്കും? 27. രണ്ടാമത്തത് ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ സൈഡ് ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക് ഹൂസ് വോളിയം ഈസ് സെയിം ആസ് ദ വോളിയം ഓഫ് ദ സ്ക്വയർ ബ്ലോക്ക് മെയ്ഡ് ബൈ സോന? സോന ഉണ്ടാക്കിയ സമചതുരക്കട്ടയുടെ അതേ വ്യാപ്തമുള്ള ഒരു ചതുരക്കട്ടയുടെ വശങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ് ശരിയായ ആൻസർ. 1 cm, 3 cm, 9 cm. സി ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് വി ഡബിൾ ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ലാർജ് സ്ക്വയർ ബ്ലോക്ക് മെയ്ഡ് ബൈ സോന, വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം? സോന ഉണ്ടാക്കിയ വലിയ സമചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിയാക്കിയാൽ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇരട്ടിയാക്കി 8 × 27 എത്രയായിരിക്കും? 260. Ragi made a square block using 64 such small square blocks. What is the length of one side? രാഗി ഇത്തരം 64 കട്ടകൾ ഉപയോഗിച്ച് ഒരു സമചതുര കട്ട ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 cm ആയിരിക്കും. രണ്ടാമത്തെ ആക്ടിവിറ്റി. റൈറ്റ് 1000 ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. 1000ൻ്റെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 × 5 × 5. ഇനി the table given below is made by you to find out all the factors of 10. Complete the table. No 5 ആണെങ്കിൽ എത്രയായിരിക്കും? 1 ആണ് അല്ലേ? 1 2ലാണെങ്കിൽ 2 ആയിരിക്കും. 2 2 ആണെങ്കിൽ എന്തായിരിക്കും? 4 ആയിരിക്കും. 3 2 ആണെങ്കിൽ 8. ഇത് ഇങ്ങനെ ടേബിൾ 10 40 25 100 350 500 ഇങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 1 5 ആണ് അല്ലേ? 1 5 5 ആണ്. 1 2 ആണെങ്കിൽ 5 × 2 എത്രയാണ്? 10 അല്ലേ? അതുപോലെ 2 2 ആണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്? 2 × 2 എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പോൾ 4 × 5 എത്രയാണ്? 20. 4 × 5 20. ഓക്കെ അല്ലേ? ഇതാ അതുപോലെ 1 2 ഇവിടെ 2 5 ആണ്. അപ്പോൾ 2 5 ആണെങ്കിൽ 25 ആയിരിക്കും. അപ്പോൾ 1 2 ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു 2 ഉള്ളൂങ്കിൽ 5 × 2 10 1 2 × 2 4 4 1 5 50. ഇങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ആക്ടിവിറ്റി 3. The table shows the distance covered by 5 children in the shot put competition at school sports meet. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? സ്കൂൾ കായികമേളയിൽ ഷോട്ട് പുട്ട് മത്സരത്തിൽ 5 കുട്ടികൾ എറിഞ്ഞ ദൂരമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. അനൂപ്, ജാബിർ, ജോണ്, പ്രദീപ്, മുഹമ്മദ്. ഹു ഗോട്ട് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ ദ കോമ്പറ്റീഷൻ? ഇതിൽ ആർക്കാണ് ഫസ്റ്റ് പ്ലേസ്? ഏറ്റവും കൂടുതൽ എറിഞ്ഞത് ആരാണ്? മുഹമ്മദ്. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതണം? മുഹമ്മദ്. രണ്ടാമത്, ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ജോൺ ത്രോ മോർ ദാൻ ജാബിർ? ജാബിറിനേക്കാൾ എത്ര കൂടുതലാണ് ജോൺ എറിഞ്ഞതെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര കൂടുതലാണ്? അപ്പോൾ അത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 1.49 മീറ്റർ എന്നാണ് കിട്ടുക. മൈനസ് ചെയ്യണം. ആരുടെ? ജോണിൻ്റെയും ജാബിറിൻ്റെയും. മനസ്സിലായല്ലോ? ഇനി റൈറ്റ് ദ ഡിസ്റ്റൻസ് ഗിവൺ ഇൻ ദ ടേബിൾ ഇൻ അസെൻഡിങ് ഓർഡർ. ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഏറ്റവും കുറവാർക്കിടെയാണ്? 4 പോയിൻ്റ്. അപ്പോൾ ഇതാണ് ആദ്യം വേണ്ടത് അല്ലേ? അപ്പോൾ സി ക്വസ്റ്റ്യൻ്റെ നമ്മൾ എങ്ങനെ എഴുതും? 4.86 4 പോയിൻ്റ് ഇട്ട് കേട്ടോ. പിന്നെന്താണ്? 5.35 6.05 അടുത്ത 6.35 കുറഞ്ഞതിൽ നിന്ന് കൂടിയിലേക്ക് അല്ലേ? 6.5 മീറ്റർ
അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്താണ്, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ജാബിറിൻ്റെയാണ് വേണ്ടത്. അതാണ് സി. ഡി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 6.5 മീറ്റർ. ഏതാണ് ഈക്വൽ അല്ല, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 6.5 മീറ്ററിന് തുല്യമല്ലാത്തത് ഏതാണ്? ഏതാണ്? ഇതാണ് അല്ലേ, 65/100. ഒരു ഇതുള്ളൂ, അപ്പോൾ നമുക്ക് 10 പറ്റുള്ളൂ. ഇതാണ് ശരിയാവുക, ഇത് തെറ്റാണ്. ബാക്കിയൊക്കെ ശരിയാണ്, ഇതാണ് തെറ്റാവുക. ഓക്കെ അല്ലേ? ആക്ടിവിറ്റി 4 നോക്കൂ മക്കളെ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ പേപ്പർ വിത്ത് 21 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 12 1/2 സെൻറ്റിമീറ്റേഴ്സ് വിത്ത്? എന്താ പറഞ്ഞിരിക്കുന്നത്? 21 സെൻറ്റിമീറ്റർ നീളവും 12.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പേപ്പറിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി? 21 ഇൻറ്റു എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂടി ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? 1/2 12 1/2 21 ഇൻറ്റു എന്താണ്? 12 1/2. ഇത് രണ്ടും കൂടെ കൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 525/2 എന്ന് കിട്ടും അല്ലേ? 21 ഇൻറ്റു 12 ചെയ്യുക, എന്നിട്ട് എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നീന കട്ട് ദിസ് പേപ്പർ. ബി ക്വസ്റ്റ്യൻ നോക്കൂ. നീന കട്ട് ദിസ് പേപ്പർ ഇൻറ്റു പീസസ് ഓഫ് ലെങ്ത് 3 1/2 meters ആൻഡ് വിഡ്ത്ത് 2 1/2 meters. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് 1 പീസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ പേപ്പർ എന്താണ്? ഈ പേപ്പറിനെ നീന 3.5 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചു. ഒരു കഷ്ണത്തിൻ്റെ ഏരിയ എത്ര, അല്ലെങ്കിൽ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ, പരപ്പളവ് കേട്ടോ. അപ്പോൾ ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവ്. ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 3.5 2.5. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ്? 3 1/2 ഇൻറ്റു 2 1/2 എന്ന് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്താണ്? 3 ഇൻറ്റു 2 6 6 + 1 7/2 ഇൻറ്റു എന്താണ്? 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 1 എത്രയാണ്? 5 അല്ലേ? 5/2 എന്ന് കിട്ടും. അതായത് 7 ഇൻറ്റു 5 എത്രയാണ്? 35/4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇതിനെ ചുരുക്കി മിക്സഡ് ഫ്രാക്ഷനിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം കേട്ടോ നിങ്ങൾക്ക്. ഇനി ഹൗ മെനി പീസസ് ഡിഡ് നീന ഗെറ്റ് വൈൽ കട്ടിങ് ദ ബിഗ് പേപ്പർ? എന്താ ചോദിച്ചിരിക്കുന്നത്? വലിയ പേപ്പറിനെ നീന എത്ര കഷ്ണങ്ങളായിട്ടായിരിക്കും മുറിച്ചിട്ടുണ്ടാവുക? എത്ര കഷ്ണങ്ങളായിട്ടായിരിക്കും? 30 പീസസ് ആക്കിയിട്ടായിരിക്കും മുറിച്ചിട്ടുണ്ടാവുക. അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ്? എ റെക്ടാങ്കുലർ ടാങ്ക് ഹാസ് 3 മീറ്റർ ലെങ്ത് ആൻഡ് 2 മീറ്റർ വിഡ്ത്ത്. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ 12,000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടാങ്ക്? എന്താ ചോദിച്ചിരിക്കുന്നത്? ചതുരാകൃതിയായ ഒരു ടാങ്കിന് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുണ്ട്. ഇതിൽ 12,000 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ ടാങ്കിൻ്റെ ഉയരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഉയരം കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ വ്യാപ്തത്തെ എന്താണ്? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തും കൊണ്ട് ഗുണിച്ചിട്ട് അതുകൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 മീറ്റർ അല്ലെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് 2000 സെൻറ്റിമീറ്ററിന് ആൻസർ എഴുതാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? ദ ടാങ്ക് ഹാസ് വാട്ടർ അറ്റ് എ ഹൈറ്റ് ഓഫ് 150 സെൻറ്റിമീറ്റർ. ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇസ് ഇൻ ദ ടാങ്ക് നൗ? അതായത് ടാങ്കിൽ ഇപ്പോൾ 150 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട് എങ്കിൽ അതിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 സെൻറ്റിമീറ്റർ ആണ്. 300 ഇൻറ്റു 2 മീറ്റർ എന്ന് പറയുന്നത് 200 സെൻറ്റിമീറ്റർ ഇൻറ്റു എത്രയാണ്? നമുക്കിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ 150. ഇത് മൂന്നും കൂടെ ഗുണിച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 50,000 ലിറ്ററിന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ 3 മീറ്ററിനെ തന്നെ ഗുണിക്കുക. 3 മീറ്റർ ഇൻറ്റു എത്രയാണ്? 2 മീറ്റർ ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ 1.5. ഇത് മൂന്നും കൂടെ ഗുണിച്ചിട്ടാണെങ്കിലും എഴുതിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? സി ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ബി ക്യൂബിക്കൽ വെസൽ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ കണ്ടെയ്ൻ? 10 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ക്യൂബാകൃതിയായ ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ലിറ്ററാണ്? 1 ലിറ്ററാണ്. ഏതാണ്? 1 ലിറ്റർ. ആക്ടിവിറ്റി 6 നോക്കൂ. ആക്ടിവിറ്റി 6ൽ ജോസഫ് കോക്കനട്ട് ഗ്രൂ ഈസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. ഇറ്റ്സ് ലെങ്ത് ഈസ് 68.2 meters and width is 32 meters. How many meters of iron wire are needed to fence a line of wire around the groove എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണെന്ന് കണ്ടേ?
എന്താണ് ചുറ്റളവ്, അതിൻ്റെ ചുറ്റളവാണ് നമ്മൾ കാണേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2 ഇൻറ്റു എന്താണ് 68.2 പ്ലസ് എന്താണ് 32, 2 ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ, 2 ഇൻറ്റു എൽ പ്ലസ് ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, മനസ്സിലായോ. അപ്പോൾ 2 ഇൻറ്റു 68.2 ഇൻറ്റു 32 എന്ന് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും എത്രയാണ്, 200.4 മീറ്റർ. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൂവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ, പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ എത്രയായിരിക്കും, നമുക്ക് എത്രയാണ് 68.2 ഇൻറ്റു എത്രയാണ് 32 ചെയ്താൽ മതി. 68.2 ഇൻറ്റു 32, എൽ ഇൻറ്റു ബി അല്ലേ. അപ്പോൾ എത്രയാണ് എൽ ഇൻറ്റു ബി. അപ്പോൾ എത്ര കിട്ടണേ, 2182.4 മീറ്റർ. ക്ലിയർ ആണല്ലോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 68.68 ഇൻറ്റു 52.57. ഏതാണ് ഇതിന് ഈക്വൽ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, ഇതാണ് ശരിയായ ആൻസർ. സി ആണ് ശരിയായ ആൻസർ. 686.8 ഇൻറ്റു 5.25, 686.8 ഇൻറ്റു 5.25. Activity 7. 225 can be written as the product of prime factors 5 into 5 into 3 into 3. How many factors does 225 have? എന്താ ചോദിച്ചാൽ 225 അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി 5 into 5 into 3 into 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 225 എത്ര ഘടകങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഘടകങ്ങളുണ്ടെന്നാണ് എഴുതുക നമ്മൾ? 9 ഘടകങ്ങളാണ് ഉള്ളത്. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. റൈറ്റ് 144 as the product of prime factors and write the numbers of factor. 144 അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതി ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അതായത് 2 ഇൻറ്റു 140 ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. 144 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 ആയിരിക്കും. ഓക്കെ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ. ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് 225 ഇൻറ്റു 144 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം 75 എണ്ണമാണ് ഉള്ളത്. എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ഇൻറ്റു 225 അല്ലേ, 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു എന്താണ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, മൊത്തം 75 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 15 ആണ്. ഇവിടെ ഹൗ മെനി ഫാക്ടേഴ്സ് 75 ആണ്. 8th ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 8. The weight of each item in the food kit received by Ramu is given in the table. എന്താ തന്നിരിക്കുന്നത്? രാമുവിന് ലഭിച്ച നമ്മുടെ ഫുഡിൻ്റെ കിറ്റിലെ സാധനങ്ങളുടെ ഭാരം, വെയിറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഐറ്റംസ് ഇൻ ദ കിറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ കിട്ടാൻ എന്തായത് എല്ലാം കൂടി എന്താണ് പ്ലസ് ചെയ്താൽ മതി അല്ലേ. 1.5 പ്ലസ് 7.5 പ്ലസ് 200 പ്ലസ് അല്ല, ഇതിൽ 200 ഗ്രാമാണ്. അപ്പോൾ നമ്മളിതിന് കിലോഗ്രാമിലേക്ക് ആക്കണം. അപ്പോൾ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 1.5, ബാക്കിയെല്ലാം കിലോഗ്രാമിലല്ലേ. അപ്പോൾ 7.5 200 കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ എന്താണ് 0.2 അല്ലേ, 0.2. പിന്നെന്താണ് 0.250. ഇങ്ങനെ എല്ലാം കൂടി പ്ലസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ മെനി കിലോഗ്രാം? 9.450 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ വെയിറ്റ് ഓഫ് ദി ഐറ്റംസ് ഇൻ ദ കിറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു എന്താണ്, സ്മോളിൽ നിന്ന് ബിഗിലേക്ക് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോൾ ഏതാണ്? 200 ഗ്രാം ആണ് അല്ലേ. 200 ഗ്രാം. അതിനുശേഷം എന്താണ് 0.250. അതിനുശേഷം 1.5
5, അതിനുശേഷം 7.5 kg. യൂണിറ്റ്സൊക്കെ എല്ലാത്തിനും ഇടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ബി ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ്. സി എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 200 gram? എന്തിനാണ് ഈക്വൽ? 0.2 kgക്കാണ് അല്ലേ? 0.2 കിലോഗ്രാമിനാണ് ഈക്വൽ 0.2. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ 6ാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ ആൻസർ കീ. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ then see you again. Thank you.